പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണിയുമായി സർക്കാർ. 4 കളക്ടർമാർ ഉൾപ്പെടെ 25 IAS ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. NSK ഉമേഷ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായും K വാസുകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായും ചുമതലയേൽക്കും. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, 4 കളക്ടർമാർ ഉൾപ്പെടെ 25 IAS ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലമാറ്റം. എങ്ങനെയാണ് മാറ്റങ്ങൾ? വൃന്ദാവൻ പ്രധാനപ്പെട്ട തൊഴിൽ വകുപ്പിൽ നിന്ന് K വാസുകിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 4 ജില്ലകളിൽ കളക്ടർമാരെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദില്ലിയിലെ കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറിനുണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചുമതല നീക്കിയിട്ടുണ്ട്. K വാസുകി മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിട്ടുണ്ടാവുക. വാസുകിയുടെ ഒഴിവിലാണ് തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ ഷാനവാസ് ചുമതലയേൽക്കുക. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അധിക ചുമതലയിൽ നിന്ന് അബ്ദുൽ നാസർ BA ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഷീബ ജോർജിനെയാണ് നിയമിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഡോക്ടർ S ചിത്രയെ നിയമിച്ചിട്ടുണ്ട്. ഗീതയാണ് റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. ഇവർക്ക് ഹൗസിംഗ് കമ്മീഷണർ, അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി, നിർമ്മിതി കേന്ദ്ര ഡയറക്ടർ എന്നീ ചുമതലകൾ കൂടി നൽകിയിട്ടുണ്ട്. കൂടാതെ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായിട്ടാണ് സർക്കാർ നിയമിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ജെറോമിക് ജോർജിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിയെ കൃഷി വകുപ്പ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർ G പ്രിയങ്ക ഇനി മുതൽ എറണാകുളം ജില്ലാ കളക്ടറാണ്. കേരള ഹൌസ് അഡീഷണൽ റെസിഡൻസ് കമ്മീഷണറായ ചേതൻ കുമാർ മീരയെ കോട്ടയം ജില്ലാ കളക്ടറായിട്ട് നിയമിച്ചിട്ടുണ്ട്. കൂടാതെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി MS മാധവിക്കുട്ടിയെ പാലക്കാട് ജില്ലാ കളക്ടറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ജില്ലാ കളക്ടറായിട്ട് നിയമിച്ചത്. അത് കൂടാതെ തൊഴിലുറപ്പ് പദ്ധതി ഡയറക്ടറായിരുന്ന നിസാമുദ്ദീനെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിലായിരുന്നു IG ശ്രീധന്യ സുരേഷ് നൽകുന്നത്. അവിടെ ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. കൂടാതെ അശ്വതി ശ്രീനിവാസിനെ ദില്ലിയിൽ കേരള ഹൌസിന്റെ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറായിട്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അശ്വതി ശ്രീനിവാസ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD ആയിരുന്നു നേരത്തെ. ഇവർക്ക് സംസ്ഥാന ഇൻഷുറൻസ് കോർപ്പറേഷൻ വകുപ്പിന്റെ ഡയറക്ടർ ചുമതലയും നൽകിയിട്ടുണ്ട്. കൂടാതെ പിന്നോക്ക സമുദായ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ JO ആദിനെ വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിനെ ലാൻഡ് റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണറായിട്ട് നിയമിച്ചിട്ടുണ്ട്. കോഴിക്കോട് സബ് കളക്ടർ ആയിരുന്ന സബ് കളക്ടറിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ 4 ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ 25 IAS ഓഫീസർമാർക്കാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റം. സംസ്ഥാനത്തെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണിയുമായി സർക്കാർ. 4 കളക്ടർമാർ ഉൾപ്പെടെ 25 IAS ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലമാറ്റം. NSK ഉമേഷ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായും K വാസുകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായും ചുമതലയേൽക്കും. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സൂര്യ ഗായത്രി.